ജനുവരി 20-ാം തീയതിയാണല്ലോ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അനുമോദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ അനുമോദനവും ട്രംപ് അവഗണിക്കുക എന്ന് വെച്ചാൽ എന്താണ് അല്ലേ? ജനുവരി 20-ന് മോദി ട്വീറ്റ് ചെയ്തതാണ് ഇത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് ചരിത്രപരമായ അമേരിക്കയുടെ 47-ാം പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നതിൽ അനുമോദനങ്ങൾ. രണ്ട് രാജ്യങ്ങളുടെയും നേട്ടങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് ഒരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കുന്നതിനു വേണ്ടിയും വീണ്ടും താങ്കളുമായി ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഞാൻ കാത്തിരിക്കുകയാണ്. താങ്കൾക്ക് വിജയകരമായ ഒരു പ്രസിഡൻസി ആശംസിക്കുന്നു. മോദി ട്രംപിനെ അനുമോദിച്ചുകൊണ്ട് ഈ ട്വീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 ദിവസം ആയിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഇതിന് ഒരു നന്ദി അറിയിച്ചുകൊണ്ടോ ഒരു വാക്ക് പോലും കുറിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. എത്ര ലജ്ജാവഹമായ അവസ്ഥയാണ് ഇത് എന്ന് ഓർക്കണം. തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്ന ട്രംപിനെ അനുമോദിച്ചുകൊണ്ട് മോദി ട്വീറ്റ് ചെയ്തതിന് ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ പോലും ഒരു നന്ദി അറിയിക്കാൻ ഇതുവരെയും ഈ പ്രിയപ്പെട്ട സുഹൃത്ത് തയ്യാറാകാത്തത് എത്ര വലിയ നന്ദികേടാണ്. ഇതിനെ ട്രോളിക്കൊണ്ട് ജനുവരി 24-ാം തീയതി റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥനായ M നാഗേശ്വര റാവു കുറിച്ചത് ഇങ്ങനെയാണ്: മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, താങ്കൾ അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റായി ചുമതലയേറ്റതിനെ അനുമോദിച്ചുകൊണ്ട് മോദി ട്വീറ്റ് ചെയ്തിട്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന മോദിക്ക് നിങ്ങളുടെ ഇനാഗുറേഷനിലേക്ക് ക്ഷണിക്കാത്തതിൽ ഉറക്കമില്ലാത്ത രാത്രികൾ ആയിരിക്കാം ഉണ്ടാകുന്നത് എന്നതിനാൽ അദ്ദേഹത്തിന്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടി മോദിയോട് നന്ദി പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഏറ്റവും കുറഞ്ഞത് മോദി അയച്ച അനുമോദനങ്ങൾ ലഭിച്ചു എന്ന് ഒന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. ഇലോൺ സഹോദര, ഞങ്ങളുടെ മോദിജി സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നു. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. താങ്കൾ ട്രംപ് ഭായിയോട് ഇത്ര കടുംപിടുത്തം പാടില്ല എന്ന് പറയണേ. അതുപോലെ പുൺസ്റ്റർ എന്ന ട്വിറ്റർ യൂസർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനാഗുറേഷന് മോദിയെ ക്ഷണിക്കാത്തതിന് കാരണമായി ഗോദി മീഡിയ ആങ്കർ അഞ്ജന പറഞ്ഞത് ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു, രണ്ടുപേരും പിന്നീട് കൂടിക്കാഴ്ച നടത്തും എന്നാണ്. ഇപ്പോൾ മോദി അയച്ച മെസ്സേജിന് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതിന് കാരണമായി അഞ്ജന ഇങ്ങനെ പറയുന്നതിന് കാത്തിരിക്കുകയാണ്: ട്രംപിന്റെ ഡേറ്റ പാക്ക് തീർന്നുപോയി, റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ മോദിയുടെ അനുമോദനത്തിന് മറുപടി കൊടുക്കും. കഴിഞ്ഞ കുറെ നാളുകളായി മോദിയെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. ഓരോ ദിവസവും എന്നതുപോലെയാണ് പുതിയ പുതിയ തിരിച്ചടികൾ ട്രംപ് മോദിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ട്രംപ് ഭീഷണിപ്പെടുത്തി വ്യാപാരത്തിന് ഡോളർ ഉപയോഗിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കനത്ത നികുതി ചുമത്തുമെന്ന്. അത് കേട്ട് ഭയപ്പെട്ട് ഉടനെ തന്നെ മോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഒരിക്കലും ഡോളറിനെ ഉപേക്ഷിക്കുകയില്ല, ഡോളറിനെ കരുത്തുറ്റതാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന്. പിന്നീട് ട്രംപ് അനധികൃതമായി അമേരിക്കയിലെത്തിയ ഇന്ത്യക്കാരെ കൂട്ടത്തോടെ തിരിച്ചയക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഉടനെ തന്നെ മോദിയുടെ വിദേശകാര്യമന്ത്രി ആയിക്കോട്ടെ തമ്പ്ര, എത്ര വേണമെങ്കിലും തിരിച്ചു വിട്ടുകൊള്ളൂ, ഞങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് മുട്ടുമടക്കി. ഇത്രയൊക്കെ കുനിഞ്ഞിട്ടും കുമ്പിട്ടിട്ടും ട്രംപിന് ഒരു മയവുമില്ല. തന്റെ വിജയത്തിന് ശേഷം പല പ്രാവശ്യമാണ് ട്രംപ് ഇന്ത്യയുടെ ശത്രുവായ ചൈനയുടെ പ്രസിഡന്റുമായി ഫോണിൽ നേരിട്ട് സംസാരിച്ചത്. എന്നാൽ മോദിയുമായി ഇതുവരെയും ഒന്ന് ഫോണിൽ പോലും സംസാരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് പുറമെയാണ് ദിനംപ്രതി എന്നോണമുള്ള ഭീഷണികൾ. അതിനും വഴങ്ങിക്കൊടുത്തിട്ടും മോദി അനുമോദിച്ച് ചെയ്ത ഈ പ്രേമലേഖനത്തിന് ഒരു നന്ദി പോലും പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് മോദിയുടെ കീഴിൽ ഇന്ത്യക്കുണ്ടായ വലിയ അപജയത്തിന്റെ വ്യക്തമായ തെളിവാണ്. ഇനിയും എത്രമാത്രം തിരിച്ചടികളാണ് മോദിയുടെ കൊള്ളരുതായ്മയുടെ പേരിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ നേരിടേണ്ടി വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കാൻ കൂടി ആവുന്നില്ല.